വെളുത്തങ്ങാടി താലൂക്ക് ബയ്യത്ത് നടക്കാനുണ്ട്. അത് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ എ.പി. ഉസ്താദ് അത് ഏറ്റെടുക്കുകയും മുഅ്മിനീങ്ങളെ അൽഹംദുലില്ലാഹ് നമുക്ക് കിട്ടിയ വലിയ ഭാഗ്യമാണ്. ആ നേതൃത്വം ഒരുപാട് കാലം അല്ലാഹ് നിലനിർത്തി തരുമാറാകട്ടെ. ചില വ്യക്തികൾക്ക് സംശയമുണ്ടാകും, ഒരു മനുഷ്യൻ കൂടുതൽ ജീവിക്കുന്നത് 90 വർഷമല്ലേ, 100 വർഷമല്ലേ? മുഅ്മിനീങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്തിൽ 150 വർഷം ജീവിച്ച സ്വഹാബത്തുണ്ട്, 145 വർഷം ജീവിച്ച സ്വഹാബത്തുണ്ട്, 125 വർഷം ജീവിച്ച സ്വഹാബത്തുണ്ട്. ആ ഒരു ആയുസ്സും കൂടി സുൽത്താനുൽ ഉലമാക്ക് അല്ലാഹ് കൊടുത്താൽ നമുക്ക് കുറെ കാലം ആ നേതൃത്വം കിട്ടുമല്ലോ. അല്ലാഹു ആ ഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ. ആ ഭാഗ്യം അല്ലാഹ് നമുക്ക് നൽകുമാറാകട്ടെ. എല്ലാവരും ആമീൻ പറഞ്ഞോളി. അല്ലാഹു ആ ഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, നമുക്ക് നല്ല ആൾക്കാർ, നല്ല വ്യക്തികള്, സ്വാലിഹീങ്ങള്, അവരില്ലാതെ നമുക്ക് രക്ഷപ്പെടാനില്ല. അവരെ കൈപിടിക്കാതെ നമുക്ക് രക്ഷപ്പെടാനില്ല. അവരെ സങ്കടം പറയാതെ നമുക്ക് രക്ഷപ്പെടാനില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മളെ മനസ്സിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ എല്ലാം ഒരു ഭാഗത്തേക്ക് വലിച്ചെറിഞ്ഞു. നമുക്കുള്ളത് മഹാനായ സയ്യിദുനാ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ സന്തോഷിച്ചത് കണ്ടില്ല. എന്താണ് സന്തോഷം? സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ ഖിദ്മത്ത് എടുത്തു, ഒരുപാട് ഖിദ്മത്ത് എടുത്തു. അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരുപാട് ഭാഗ്യങ്ങൾ കിട്ടി. പക്ഷേ അതൊന്നും സന്തോഷമല്ല. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, എൻ്റെ ജീവിതത്തിൽ ഞാൻ സന്തോഷിച്ചത് ഒന്ന് മാത്രമാണ്. എന്താണറിയോ? അൽ മർഹും അമൻ അബ്ബാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടത്തെ വായി കൊണ്ട് പറഞ്ഞല്ലോ, നീ ആരെയാണ് ഇഷ്ടപ്പെടുന്നത് അവനെ കൂടെയാണ് സ്വർഗത്തില് എന്നുള്ള ആ പദമുണ്ടല്ലോ, അത് എന്നെ വല്ല സന്തോഷിപ്പിച്ചു. എന്നതുപോലെ കുപ്പേട്ടി ജമാഅത്തുകാരായ നമുക്ക് ബില്ലാഭിമാനം പറയാമല്ലോ. നമ്മളെ നാട്ടിൽ താജുൽ ഉലമ നേതൃത്വം വഹിച്ചിരുന്നു. നമ്മളെ നാട്ടിൽ കൂറത്തങ്ങള് ഖാളിയായിരുന്നു. നമ്മളെ കൂറത്തങ്ങളെ അനുസ്മരിച്ചവരാണ്. നമ്മളെ കൂറത്തങ്ങളെ ബർക്കത്തെടുത്തവരാണ്. നമ്മളതാ താജുൽ ഉലമാനെ സ്നേഹിച്ചവരാണ്. ആ മുഖം കണ്ടവരാണ് എന്ന് പറഞ്ഞു. ആ മഹാന്മാരോടുകൂടെ നമുക്ക് നാളെ രക്ഷപ്പെടാമല്ലോ. അല്ലാഹു ആ ഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ.